ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ അവാർഡിന് ഞാൻ ചെയ്തില്ല. പക്ഷേ ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ 2025 ഞാൻ സെലക്ട് ചെയ്ത ഫോൺ ഇതാണ്. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ഫോണില്ല. നമ്മളെ നാട്ടിൽ ഒരു ഫോൾഡുണ്ട്. അതുപോലെയല്ല, ഈ ഫോൺ അത്യാവശ്യം നൈസായിരുന്നു. ഇതിൻ്റെ അകത്ത് മറ്റേ പേനയുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ക്രീസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ കണ്ടോ, ജില്ല് സാധനമുണ്ട്. ഏത് സമയത്ത് 3 ആപ്പൊക്കെ തുറക്കാം. അങ്ങനെ പറയണ്ട, നല്ല ബാറ്ററി ലൈഫൊക്കെ ആയിരുന്നു. 5800 സംതിങ് mAh ബാറ്ററിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള ബസ്സിൽ വളരെ സ്ലിമ്മസ്റ്റ് ഫോൺ, ടഫസ്റ്റ് ഫോണുമായിരുന്നു. ഇതിനെന്തോ റെക്കോർഡൊക്കെ ഉണ്ട്, വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയ ഫോണാണ്. അതായത് ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൾഡബിൾ ഫോണിൻ്റെ സാധനം വരുന്നത്. അപ്പം ഇതിൻ്റെ പുതിയ പതിപ്പ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്, ഓണർ മാജിക് V6. ആൻഡ് ഇതാണ് പെട്ടി. ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും ഡിസൈനും കാണിച്ചു തരാം. ഓൾറെഡി ഫോൺ അൺബോക്സ് ഒക്കെ ചെയ്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഫോണായിരുന്നു. ഫോൺ ഞാൻ എടുത്ത്, പിന്നെ എനിക്കിതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പാക്കേജിങ് ആണ്. ഇതാണ് പാക്കേജിങ് ഇതുണ്ട്, ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സിം എജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു കേസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത്. കിടിലം കേസ്. പിന്നെ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂഷ്വലി ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഇളക്കൊക്കെ ചെയ്യണമെന്ന്, ഇതത് വേണ്ട, സ്ലൈഡ് ചെയ്ത് താഴെ വരും. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും Type A to Type C വയറും, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമുക്ക് അവർ തരുന്നത്. ഒരു ഗജഗംഭീര കേസ് ഉണ്ട് കേട്ടോ, ഗജഗംഭീര കേസ്. വാവ്, വാട്ട് എ ഫെൻറ്റാബുലസ് കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പെട്ടി കൊള്ളാം. എന്തിനാണെങ്കിലും അതാണ് ദ അൺബോക്സിങ്. നമുക്ക് ഫോൺ നോക്കാം. ഇതാണ് ഓണർ മാജിക് V6. ഓക്കെ, അടിപൊളി. കുറച്ചും കൂടെ കിടിലം ഹിഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലിമ്മറാണ്, വെയിറ്റ് കുറച്ചിട്ടുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഫോൺ നിങ്ങൾക്ക് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ വില കുറയും. ഡെഫിനറ്റ്ലി എടുത്തോ കേട്ടോ. ഓണർ മാജിക് V5 ഇസ് സോ ഗുഡ്. അതിൻ്റെ കൂടെ കിട്ടിയ കേസാണ്, നോക്കിയാണ്. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ കേസ്, വെൽവെറ്റ്. ഇതും വെൽവെറ്റ് തന്നെയാണ്. ഇത് ഒരു വെൽവെറ്റി ടെക്സ്ചർ തരുന്ന ഒരു റെഡ് കളറാണ് വിത്ത് ഗോൾഡ് മിക്സ്. അതിനെ മാച്ച് ചെയ്യാനായിട്ടുള്ളൊരു കിടിലൻ കേസ്. അതും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഹിഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പരിപാടി. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ വെക്കുക, അടയ്ക്കുക, കഴിഞ്ഞു. നോക്കിയേ, തുറക്കുമ്പോൾ ഇങ്ങനെ വന്നിരിക്കും. തുറക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ വന്ന് അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഫോൺ മാൻ, കിടിലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജില്ല് ഫോൺ. നമുക്കിത് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ, മറ്റേ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് കേസിൽ തന്നെ. ക്വാളിറ്റി കേസ്, ജെട്ടി കേസല്ല, അല്ല കിടിലൻ കേസ്. എനിക്ക് അതാണ് ഇവിടെ എടുത്ത് പറയാനുള്ള സാധനം കേട്ടോ. കുറച്ച് ഡിസൈനെ പറ്റിയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്താണെങ്കിലും ഭയങ്കര രസകരമായിട്ടുള്ളൊരു വെൽവെറ്റ് ഫീൽ തരുന്ന ബാക്കും മെറ്റാലിക് അലൂമിനിയം ബോഡിയും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി. മറ്റത് ഇതിൽ അവർ കേർവ്ഡ് ആയിരുന്നു. ഇവിടെയൊക്കെ ഇത്തിരി കേർവ്ഡ് പരിപാടിയാണ് അവർ പിടിച്ചെങ്കിൽ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് സൈഡിലാണ്, മറ്റേ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ഇതേപോലെ ഫാസ്റ്റ് ആൻഡ് സ്നാപ്പിയാണ്. USB സ്റ്റാൻഡേർഡ് 3.2 ആണ്. eSIM സപ്പോർട്ട് വരുന്നുണ്ട്, NFC വരുന്നുണ്ട്. IP68 and 69 കേട്ടല്ലോ. IP6ഉം IPX അതൊന്നുമല്ല, IP68ഉം 69ഉം ഹൈ ഫോഴ്സിൽ വെള്ളത്തിൽ നിന്ന് മുങ്ങിയാലും അവർ അതിനുള്ള റേറ്റിംഗ് തരുന്നുണ്ട്. അല്ലേ മറ്റി കഴിഞ്ഞാൽ അവർ കൈമലെത്തും, അത് വേറെ കേസ്. നല്ല കിടില ഹിഞ്ച്, നല്ല അടിപ്പ ഹിഞ്ചാണ് അവർ ഇപ്രാവശ്യം തന്നേക്കുന്നത്. കണ്ടോ, അത് അവിടം വരെ പോകും കേട്ടോ. ഇത്രയും പോവും. ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ ആക്കിയാൽ പ്ലക്കനടിക്കും. ഇതുവരെ നിൽക്കും. അല്ല, ഇതുവരെ നിൽക്കില്ല. ഇത്ര നിൽക്കുള്ളൂ. ഇത്ര നിൽക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാനൊക്കെ. പിന്നെ ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് അവർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ എങ്ങനെ കാണിച്ചു തരും. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഉള്ള
ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം. നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്, ആരും പേടിക്കേണ്ട. ഫോൾഡബിൾ ഫോൺസിൻ്റെ ഒരു വലിയ വില്ലനാണ് ആ സാധനം. ഏകദേശം നമ്മൾ കുറച്ചും കൂടെ അതിലൊരു ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് അവരകത്ത ഡിസ്പ്ലേക്കും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എവിഡൻ്റ്ലി നമുക്കിത് ഇങ്ങനെ വെക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ, അല്ലാത്ത വശം നിങ്ങൾക്കത് കത്തൂല. ബട്ട് ഐ വെരി ലൈക്ക് ഇറ്റ്. 219 ഗ്രാമിൻ്റെ ഒരു മോഡലും ഉണ്ട്, 226 ഗ്രാം. എനിക്കാണ് ഇത് 226 കുറച്ച് ഹെവിയാണ്. എനിക്കാണ് ഇതിൻ്റെ ഈ ഒരു വെൽവെറ്റ് പരിപാടിയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കാം. കുറച്ചും കൂടെ ഇൻഡെപ്റ്റായിട്ട് എനിക്ക് ഇത് യൂസ് ചെയ്താൽ മാത്രമേ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. സോ അത്യാവശ്യം ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണുക, ബാക്കി ഞാൻ വഴി പോകുമ്പോൾ പറഞ്ഞുതരാം. എന്തായാലും ഫ്ലാറ്റ് ഡിസ്പ്ലേ, കിടിലം ഹിഞ്ച്, കിടിലം ഡിസൈൻ, കുറച്ചും കൂടെ സ്ലിമ്മർ ആൻഡ് കുറച്ചും കൂടെ സ്റ്റേഡി ആക്കിയിട്ടുണ്ട്. IP റേറ്റിംഗ്, ടഫസ്റ്റ് ഫോൺ ഓൾസോ. ഇതും നമ്മുടെ ഈ ഫോൺ പോലെ തന്നെ വേൾഡ് റെക്കോർഡ് കിട്ടിയ സാധനം തന്നെയാണ്. സ്റ്റിൽ ഓണറിൻ്റെ ഫോണുകൾ ടഫസ്റ്റും ഡ്യൂറബിളും ആണ്, അതിൽ യാതൊരു ഇതുണ്ട്. അതിൻ്റെ ഇത് തന്നെയാണ് ഈ IP68 and 69 ആകെ വരുന്ന ഒരു ഫോൾഡബിൾ ഫോൺ ഇതായിരിക്കും അല്ലേ? ആയിരിക്കാം, അല്ലെങ്കിൽ താഴെ കമൻറ്റിൽ പറയട്ടെ, എനിക്കും തെറ്റാം, മനുഷ്യനാണല്ലോ. ബാക്കി കാര്യം ഞാൻ വഴിയെ പറയാം. Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ഗൈസ്, ഞാനൊരു ക്വിക്ക് കാര്യം പറഞ്ഞിട്ട് പോവാം. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയാനാണ് വന്നത്. ഡിസ്പ്ലേ കൊള്ളാം, നല്ല സൂപ്പർ ഡിസ്പ്ലേ, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ. ഏകദേശം ഈ ഫ്രണ്ട് ഇരിക്കുന്ന ഡിസ്പ്ലേ 6000 നിറ്റ്സിൻ്റെ പീക്കും അകത്തിരിക്കുന്നതിന് 5000 നിറ്റ്സിൻ്റെ പീക്കൊക്കെയാണ്. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ട് അകത്തും പുറത്തും വരുന്നുണ്ട്. നമുക്ക് വേറൊരു കാര്യം പറയാൻ പറഞ്ഞുകൊണ്ടാ, ഇത് 9 മില്ലിമീറ്ററിൻ്റെ തിക്നെസ്സാണ്. ഈ റെഡ് കളറിന് 224 ഗ്രാമിൻ്റെ വെയിറ്റും വരുന്നുണ്ട്. പക്ഷേ 4 കളറാണ്, റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡ്. ഇതിൽ വൈറ്റ് കളർ വരുന്നുണ്ട്. ആ സാധനത്തിന് 219 ഗ്രാമിൻ്റെ വെയിറ്റും ഏകദേശം 8.75 മില്ലിമീറ്ററിൻ്റെ തിക്നെസ്സുമാണ് വരുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ സ്ലീക്കായിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോൺ നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ വൈറ്റ് കളർ എടുക്കാൻ ശ്രമിക്കുക. ഇത് കുറച്ച് ഇത്തിരി ഹെവിയാണ്, അതായത് ഇത്തിരി സോളിഡ് ഫോണാണ്. സോ ഈ വെയിറ്റ് കൂടുന്നത് എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഈ തിക്നെസ് കൂടുമ്പോൾ തന്നെ നമുക്ക് ഹീറ്റ് ഡിസിപ്പേഷനും കാര്യങ്ങളും കുറച്ചും കൂടെ ബെറ്റർ ആവും. സോ അതൊന്ന് മനസ്സിൽ വെച്ച് വയ്ക്കുക. ഹീറ്റിൻ്റെ ഒരു കേസ് അത് ഉറപ്പാണ്. ആ വെള്ളയിൽ എനിക്ക് തോന്നുന്നില്ല അവർ ഭയങ്കര സ്ലിം ആക്കിയത് കൊണ്ട് അത് ഇത്തിരി പണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ഈ ഒരു സാധനം കൊള്ളാം. നമ്മൾ തുറക്കുന്ന സമയത്ത് 40 മില്ലിമീറ്ററിൻ്റെയൊക്കെ തിക്നെസ്സൊക്കെയാണ് വരുന്നത്. ഡിസ്പ്ലേ വൈസ് ഞാൻ പറഞ്ഞല്ലോ, HDR10+, HDR വിവിഡ്, HDR ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, 120 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അതും LTPO പാനലാണ്. 1 ഹേർട്സ് തൊട്ട് 120 വരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സാധനം. 4320 ഹേർട്സിൻ്റെ PWM ഡിമ്മിങ്, സോ ഫ്ലിക്കറിങ് പരിപാടികളൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വിച്ച് ഈസ് ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി. ഓക്കെ, അറിയാമല്ലോ, തുറക്കുന്ന ഇറക്കുന്ന ഫോൺ ആയതുകൊണ്ട് ഇവിടെയൊന്നും അവർക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വയ്ക്കാൻ പറ്റില്ല, അതിന് എക്സ്ട്രാ സ്ഥലം എടുക്കേണ്ടി വരും. ബിക്കോസ് ദേ ആർ ഗിവിങ് യു എ ബിഗർ ബാറ്ററി. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. 6660 ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്, വിത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 66 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. ഡ്യൂറബിൾ ഹാസൽ. ഇതിൻ്റെ ഹിഞ്ച് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പരിപാടി ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് സോളിഡ്. ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ ഇതല്ല, അകത്തുള്ളത് അറിയാമല്ലോ, പതുക്കെ പെരുമാറേണ്ട സാധനമാണ്. എന്നാൽ പോലും ഇവിടെ നമുക്ക് വലിയ ഗ്രീസ് കാര്യങ്ങളൊന്നും അത്ര വിസിബിളായിട്ട് വരത്തില്ല. കൈ ഇങ്ങോട്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ കുഴി നമുക്ക് ഫീൽ ചെയ്യുന്നതുമില്ല. അതായത് കുഴിയുണ്ട്, ഇല്ലെന്നല്ല, ബട്ട് അതിൻ്റെ ഒരു കുറവ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത്. സോ ബാറ്ററി ലൈഫ് ഇസ് ഗ്രേറ്റ്, ഡിസ്പ്ലേ ഇസ് അമേസിങ്. എസ്പെഷ്യലി അകത്തുള്ള ഡിസ്പ്ലേയും AMOLED ആണ്, LTPO ആണ്, 120 ഹെർട്സ് ആണ്, സെയിം PWM ഡിമ്മിങ് പരിപാടി എല്ലാം എൻ്റെ അകത്തും വരുന്നുണ്ട്. ഇത് 7.9 ഇഞ്ചസും മടക്കുമ്പം 6.52 ഇഞ്ചസുമാണ് വരുന്നത്. അതൊക്കെയാണ് എൻ്റെ അകത്ത് തൽക്കാലം ഉള്ളത്. ഞാൻ പിന്നെ വരാം ബാക്കി കാര്യങ്ങൾ പറയാം. ശരി എന്നാൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഓണർ മാജിക് V6ൻ്റെ പെർഫോമൻസ് ഞാൻ മറന്നുപോയെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. ഫാസ്റ്റർ പെർഫോമൻസ് വൈസ്, ഗ്രാഫിക്സ് വൈസ്, NPU വൈസ്, അതായത് AI പരിപാടികൾ ചെയ്യാൻ എവറിത്തിങ് ഇസ് സോ ഗുഡ്. 16 GB റാം, 512 GB സ്റ്റോറേജ്, UFS സ്റ്റോറേജ് 4.1 ആൻഡ് LPDDR5Xൻ്റെ റാം. ലവ്ഡ് ഇറ്റ്. ദ കോമ്പിനേഷൻ ഇസ് റിയലി ഗുഡ്. ഞാൻ പറയുന്നത് യാതൊരു രീതിയിലുമുള്ള ഒരു പിടുത്തമോ ഒരു ഷട്ടറിങ്ങോ ഒന്നും നമുക്കിവിടെ
ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ഗെയിമിങ്ങൊക്കെ ഒരു കുഴപ്പമില്ല. ഇഫ് യു ആർ പ്ലേയിങ് ഗ്രിഡ് ലെജൻഡ്സ്, ഇഫ് യു ആർ പ്ലേയിങ് പ്രിൻസ് ഓഫ് പേർഷ്യ, ഇഫ് യു പ്ലേയിങ് ഈ ഫുട്ബോളൊക്കെ ഞാൻ ഫുൾ ഗ്രാഫിക്സിലിട്ട് നമ്മളുടെ മെസ്സിയൊക്കെ അത്യാവശ്യം മെനയായിട്ടുള്ള മെസ്സി ആയിട്ട് തന്നെ കാണാം. അതൊരു വലിയ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഐ വാസ് പ്ലേയിങ് ദാറ്റ് ഗെയിം. കിടിലം, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അത്യാവശ്യം ക്രീസും കാര്യങ്ങളൊക്കെ കുറവാണ്. പെർഫോമൻസ് വൈസ് ഇറ്റ്സ് വെരി ഗുഡ് വിത്ത് കൂളിംഗ് സിസ്റ്റം. ഫോൺ അത്രയ്ക്ക് ഹീറ്റാവുന്നതുമില്ല. നല്ല ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സാണ് വരുന്നത്. ഒരെണ്ണം ദണ്ട് ഇവിടെയും ഒരെണ്ണം ദണ്ട് ഇവിടെയാണ് വരുന്നത്. ഡ്യുവൽ സ്പീക്കറാണ്. ഒരു 4 സ്പീക്കർ വേണ്ട, അധികമായി പോവും ചോദിക്കുമ്പോൾ. സോ ഗെയിമിംഗ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ വളരെ പൊളപ്പനായിട്ടിത് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആപ്പിളിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഐഫോൺ, അതേപോലെ ആപ്പിൾ വാച്ച്, എയർപോഡ്സ് തുടങ്ങിയ സാധനങ്ങളുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ സാധനത്തിൽ കോമ്പാറ്റബിളാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ആപ്പിളിൻ്റെ ഇത് ഇപ്പം ഫോണിലോട്ട് നിങ്ങളിത് സെൻഡ് ചെയ്യണമെങ്കിൽ ഓണറിൻ്റെ കണക്റ്റ് എന്ന് പറയുന്നൊരു ആപ്പിളിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഈസി ആയിട്ട് മറ്റേ 1 ടാപ്പ് പരിപാടിയൊക്കെ നടത്തി ഈ ഫോട്ടോ എടുക്കുക. വേണ്ട, ജസ്റ്റ് ടാപ്പ് ചെയ്തേ ഉള്ളൂ. കിടക്കും இந்த ഫോട്ടോ വന്നിച്ച അതാണ് ഓണറിൻ്റെ കണക്റ്റ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങളതിൽ മാക്ബുക്കാണ് ഇരിക്കണമെങ്കിൽ അവിടെ സിമ്പിളാണ്. ഓണറിൻ്റെ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് കിട്ടും ആപ്പ് സ്റ്റോറിൽ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഓണറിൻ്റെ ID വെച്ച് കയറി കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്ന സാധനമൊക്കെ അതിലോട്ട് ചടപടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്തൊക്കെ ഇടാം. സോ ഓണറിൻ്റെ വർക്ക് സ്പേസും ഓണറിൻ്റെ കണക്റ്റും അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഈസി ആയിട്ട്. പിന്നെ ആപ്പിൾ വാച്ചും ഈ സാധനത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ വാച്ച് യൂസ് ചെയ്ത് ഇവിടെയും ട്രാക്ക് ചെയ്യാം. അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് എയർപോഡ്സ് കണക്ട് ചെയ്യാം. ഓൾറെഡി ഉണ്ട് എയർപോഡ്സ് അവിടെ വന്ന് കിടക്കണുണ്ടോ, ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഫൈൻഡ് മൈ എയർപോഡ്സ് തുടങ്ങിയ എല്ലാ സാധനം സ്പെഷ്യൽ ഓഡിയോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫങ്ഷനാലിറ്റിയും നിങ്ങൾക്ക് എയർപോഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദെയർ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് മാജിക് OS 10 ആണ് വരുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ മാജിക് OSനെ പറ്റി പറയാനാണെങ്കിൽ. മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് 3 ആപ്പ് നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ 3 ആപ്സ് അറ്റ് എ ടൈം. അതിൽ നമുക്ക് ആപ്പിൻ്റെ സൈസ് ഇതേപോലെ കൂട്ടാം. എന്നിട്ട് ഇതിന് നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇതിന് കൂട്ടണോ, ഇതും കൂട്ടാം. ഇതിനെ ചെറുതാക്കിയിട്ട് ഇത് രണ്ടും വലുതാക്കി അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാം. ആൻഡ് എടുത്ത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ജെമിനി സൈഡിൽ വന്ന് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനി എടുത്ത് ചോദിക്കാം, ഞാൻ എന്താണ് നോക്കണത്, ഞാൻ എന്തിനാണ് ചെയ്യണതെന്നൊക്കെ അതിൻ്റെ അകത്ത് ചോദിക്കാം. എന്താ ഷെയർ സ്ക്രീൻ കണ്ട ഈ സീൻ നമുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ജെമിനിയുടെ അടുത്ത് ചോദിക്കാം. ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഫോൾഡബിൾ ഫോണിൽ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഓണർ മാജിക്കിൻ്റെ പ്യാന മറ്റേ ഈ സ്റ്റൈലസ് ഈ പഴുത്ത സാംസങ്ങിലൊന്നും ഇല്ല. ഈ സാധനം ഇതിലോട്ടിട്ട് വേണ്ടയും ചെയ്യാം. ഞാനത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വി ക്യാൻ നാവിഗേറ്റ്. സോ അങ്ങനത്തെ സാധനങ്ങളും ഈ പേനയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ആക്ച്വലി വെരി നൈസ്. ഇങ്ങനെ തട്ടിയ സ്ക്രീൻഷോട്ട് പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിങ് ഓക്കെ ഓഫ് ആകട്ടെ. അതേപോലെ ഒരു സ്ഥലത്ത് ഒരു സെപ്പറേറ്റ് സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാം, ഒക്കെ എല്ലാം ചെയ്യാം. പിന്നെ മാജിക് ഇതുണ്ട്. ഇപ്പം നമുക്കൊരു ഫോട്ടോനെ എടുത്തിട്ട് സൈഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പല ആപ്സും വന്ന് കിടക്കും. ഇതിലോട്ട് ഏതിലോട്ട് ഇപ്പോൾ ഇമെയിൽ അയക്കണമെങ്കിൽ അങ്ങനെ ഗാലറിയിലോട്ട് ഇടാം, ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാം, എക്സിൽ സ്റ്റോറി ആയിട്ട് ഇടാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അങ്ങനെയും ചെയ്യാം. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ AI പരിപാടികൾ ഓണർ നിങ്ങൾക്ക് തരുന്നുണ്ട്. കണ്ടേ, അതിൽ ഡീപ്പ് ഫേക്ക് ആൻഡ് വോയിസ് ക്ലോണിങ് ഡിറ്റക്ഷൻ പറ്റിക്കാൻ നടക്കുന്നവർ, പിന്നെ AI മെമോ, AI കോൾ ട്രാൻസ്ലേഷൻ, പിന്നെ AI ട്രാൻസ്ലേഷൻ, സബ്ടൈറ്റിൽ, മാജിക് ടെക്സ്റ്റ്,
പിന്നെ സൈഡ് ബാർ, അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ സ്മാർട്ട് സെൻസിങ് അങ്ങനത്തെ, അതായത് കീപ് സ്ക്രീൻ ഓൺ വൈൽ വ്യൂയിങ്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ക്രീൻ ഡിമ്മായി പോകാതിരിക്കുന്നത്. ഗ്ലാൻസ് ടു റെഡ്യൂസ് റിങ്ങർ വോളിയം, ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ വോളിയം കുറയുന്ന പരിപാടി. അങ്ങനെയൊക്കെ ഒരുപാട് എയർ ജെസ്ചർ, അതായത് ഇങ്ങനെ ആക്കുമ്പോൾ താഴെ പോവുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ, അതൊക്കെ നമുക്കിതിൽ ഓണാക്കിയിടാം. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക, കുറച്ച് ദൂരെ വയ്ക്കുക, ദാറ്റ്സ് ഓൾ. ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയും, ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു സൈഡ് കോർണേഴ്സ് കുറച്ചും കൂടെ കേർവ്ഡ് ആക്കിയുണ്ട്. ഇതും കൂടെ നമുക്കിങ്ങനെ കയ്യിൽ വെക്കുമ്പോഴൊന്നും വലിയ ഒരു എന്താ പറയുക, ഒരു സാധനം പോക്കി എന്നുള്ള ഫീൽ വരത്തില്ല. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കി കേട്ടോ അവർ. ദാറ്റ് ഇസ് ആക്ച്വലി വെരി നൈസ്. ബൈ ദ വേ ഒരു കാര്യം പറയാൻ വിട്ടു. ഈ സാധനത്തിൻ്റെ അകത്തെ മറ്റേ ഇതുണ്ട് കേട്ടോ, അതായത് മറ്റേ ഇമേജ് ടു മറ്റേത് നമ്മളെ ഇതാക്കണത്. അതായത് ഇവിടെ കണ്ട ഇവിടെ ഒരു ക്രിയേറ്റ് എന്നൊരു സാധനമുണ്ട്. ഇവിടെ ഇമേജ് ടു വീഡിയോ ഉണ്ടോ, ഇത് മറ്റേ AI പരിപാടിയാണ് ഓണറിൻ്റെ. ഇതേപോലത്തെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ദിവസം 10 എണ്ണം ലിമിറ്റ്. പക്ഷേ ഇതിൽ മറ്റേ ഓണർ 600 ജൂലൈ വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ പെയ്ഡ് ആവുമെന്നാണ് കേട്ടത്. ഇതിൻ്റെ അകത്ത് എന്തിനാണ് അവസ്ഥ കാരണം മിക്കവാറും അതും പെയ്ഡ് ആയിരിക്കും. പക്ഷേ ആ ഫീച്ചറുണ്ട് കേട്ടോ. ക്രിയേറ്റീവ് പോയി കഴിഞ്ഞാൽ ഇമേജ് ടു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ AI പരിപാടികൾ വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത്. ഫുട്ബോൾ സ്റ്റേഡിയം ചിയറിങ്, ഇത് അതല്ലേ 3 എണ്ണേ ഉള്ളൂ. ഒരു ദിവസം 3 എണ്ണേ ഉള്ളൂ. അത് ഷോക്കായി പോയല്ലോ. മറ്റേത് ഓണറിൽ 10 എണ്ണം ഉണ്ടായിരുന്നു, ഇതിൽ 3 എണ്ണേ ഉള്ളൂ. അപ്പം ഇതും പെയ്ഡാവും. ജൂലൈ തൊട്ട് ഇതും മിക്കവാറും പെയ്ഡാവും. സോ എന്തായാലും ആ സാധനം ഉണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാണ്. അത്രേ ഉള്ളൂ. ഓണർ AI, ജെമിനി AI, എന്ത് AI ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, എല്ലാം ഇതിൻ്റെ അകത്ത് നടക്കും. പിന്നെ ഇവരെ 2 ചിപ്സെറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഓണറിൻ്റെ പവർ എൻഹാൻസ്മെൻറ്റ് ചിപ്പ് എന്ന് പറയുന്നത് ബാറ്ററീനെ കുറച്ചും കൂടെ സേവ് അപ്പ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ എഫിഷ്യൻസി കൂട്ടാനും ബാറ്ററി ലൈഫ് കൂട്ടാനും ബാറ്ററിയെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇവർ ഓണറിൻ്റെ E2 എന്ന് പറയുന്ന പവർ എഫിഷ്യൻസി ചിപ്പ്. അതേപോലെ RF എൻഹാൻസ്മെൻറ്റ് ചിപ്പ് ഓണർ C1+ എന്ന് പറഞ്ഞ സാധനം. അത് നെറ്റ്വർക്ക്, അതായത് നിങ്ങളിപ്പോൾ ഒരു മറ്റേ ഈ മെട്രോയിൽ അടിയിലിരുന്ന് പോവുകയാണ്, നിങ്ങൾക്ക് ആ സമയത്ത് എല്ലാവരുടെ ഫോണിൻ്റെയും നെറ്റ് പോകും. ആ സമയത്ത് ഈ ഒരു ചലഞ്ചിങ് ഈ ഒരു ചിപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ ആയിക്കോട്ടെ, നിങ്ങൾ പാർക്കിംഗ് ലോട്ടിലായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ സ്റ്റേബിളാക്കി കിട്ടും. അതിനാണ് ഈ 2 ചിപ്സെറ്റ്. ഇഷ്ടം പോലെ അങ്ങനത്തെ കിടിലം പരിപാടികളാണ് അവർ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് പറയാമല്ലോ, കിടിലം, ഒരു രക്ഷയില്ല. എനിക്ക് ഈ ഫോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ലാസ്റ്റ് ഇയർ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേവറേറ്റ് ഫോണായിരുന്നു, ഫോൾഡബിൾ ഫോണായിരുന്നു ഓണർ മാജിക് V5. അതേപോലെ തന്നെ V6. പിന്നെ 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫോട്ടോ എടുക്കാം. ഇതും 20 മെഗാ പിക്സൽ. ബാക്കിൽ വരുമ്പോൾ നമുക്ക് 3 സെൻസർ വരുന്നുണ്ട്. ആക്ച്വലി 4 എണ്ണം ഉണ്ട്. മറ്റേ ഈ കളർ സെൻസറും വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് 3 സെൻസർ, 50 മെഗാ പിക്സലിൻ്റെ വൈഡ്, 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 64 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ്. അത്യാവശ്യം കിടിലം ഫോട്ടോസ് ഇതിൽ എടുക്കാൻ പറ്റും. അതേപോലെ ഇതും ഇങ്ങനത്തെ സാധനമുണ്ട് കേട്ടോ, കൊച്ചു പിള്ളേരെ ഫോട്ടോ എടുക്കാനായിട്ട് ഇതേപോലത്തെ ക്യൂട്ട് സാധനങ്ങൾ ഇട്ടിട്ട് പിള്ളേരെ ചിരിപ്പിക്കാൻ പറ്റണ ഒരു പരിപാടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ കണ്ടിട്ട് ഈ സാധനം വെച്ച് സെൽഫി എടുക്കുന്ന പരിപാടി തുടങ്ങിയത് ഇവിടെ ഉണ്ട്. പിന്നെ 4K വീഡിയോയിൽ 4K 60 FPS സപ്പോർട്ടേ ഉള്ളൂ. അകത്താണെങ്കിൽ അകത്തും ആയിക്കോട്ടെ പുറത്ത്, അതായത് ഈ ക്യാമറയും വെച്ച് 4K 30, ബാക്ക് ക്യാമറ വെച്ച് 4K 60 വരുള്ളൂ, 120 ഒന്നുമില്ല. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ കാണുന്നതാണ് ഓണർ മാജിക് V6 ഫ്രണ്ട് ക്യാമറ. 20 മെഗാ പിക്സലിൻ്റെ ക്ലാരിറ്റി, 4K 30 FPS സപ്പോർട്ട് നിങ്ങൾക്കിതിൽ കിട്ടുന്നതാണ്. ബാക്കിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയും, ഫ്രണ്ടിൽ നിന്നും ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെയും ആയിരിക്കും. അതേപോലെ ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേപോലെ ഇത് എനിക്ക് എൻ്റെ കാണാം. പക്ഷേ നമ്മൾ സ്ക്രീനിലോട്ട് നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ അത്യാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഈ ലെൻസിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലാരിറ്റിയാണ് 1x കിട്ടാൻ പോകുന്നത്. 50 മെഗാ പിക്സലിൻ്റെ 4K 60 FPS സപ്പോർട്ട് വരുന്നുണ്ട്. ബാക്കിൽ ലൈറ്റ് ആണെങ്കിൽ ഇതേപോലെ ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യും. ദാറ്റ്സ് ഇംപ്രസീവ്. പക്ഷെ അവൻ്റെ ഫേസ് ആർട്ടിഫിഷ്യലി വേറെന്തൊരു ആക്കി. അതാണ് ബാക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. പക്ഷേ ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റെങ്കിൽ അത്യാവശ്യം ഇതേപോലത്തെ ക്വാളിറ്റിയിൽ കിട്ടും.
ഇനി നമുക്ക് സൂമിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ അൾട്രാ വൈഡ് ഇട്ടാണെങ്കിൽ ഇതാണ് അൾട്രാ വൈഡ്. അൾട്രാ വൈഡ് ഇസ് ഓൾസോ വെരി നൈസ്. ദിസ് ഇസ് ആക്ച്വലി നൈസ്. ദിസ് ഇസ് വെരി നൈസ്. അൾട്രാ വൈഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനേ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണാം. 4K 60 FPS വരെ മാക്സിമം ഉള്ളൂ, 120 ഒന്നുമില്ല. ബട്ട് OIS രണ്ടെണ്ണത്തിലുമാണ്. പെരിസ്കോപ്പ് 64 ആണ്, അതിലും ഈ പറഞ്ഞ 50 മെഗാപിക്സൽ വൈഡിൽ വരുന്നു. ഇതിൽ OIS ഒന്നുമില്ല. ബട്ട് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജ് ആണ്. വെരി നൈസ്. നല്ല നല്ല രസമുണ്ട്. വ്ളോഗൊക്കെ ചെയ്യാൻ കൊള്ളാം. അതേപോലെ നമുക്ക് സൂമിൻ ചെയ്യാം. സൂമിൻ ചെയ്തിട്ട് ഇതേപോലത്തെ സ്റ്റഡി ഷോട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. ഇനി സൂമാവും, ഇനിയാവും, പക്ഷേ ക്ലാരിറ്റി പോവും. 3x വരെ അത്യാവശ്യം നൈസാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പെരിപെറ്റീസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കൊള്ളാമോ? അതേപോലെ വോയിസ് എന്തൊരു എൻഹാൻസ്മെൻറ്റ്, വോയിസ് റിഡക്ഷൻ. പിന്നെ നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാം, നൈറ്റ് എടുക്കാം. മോറി പോയി കഴിഞ്ഞാൽ സൂപ്പർ മാക്രോ, ഡുവൽ വ്യൂ, അതായത് ഒരേ സമയത്ത് ഫ്രണ്ടും ബാക്കും ഓൺ ആയിരിക്കുന്ന പരിപാടി. പിന്നെ പ്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് പെയിൻറ്റിങ്, ഹൈ റെസൊല്യൂഷൻ, സ്റ്റേജ്, സ്കാൻ ഡോക്യുമെൻറ്റ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറയും, ഇതൊരു മെയിൻലി പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ഫോണാണ്. അല്ല ഇതൊന്നും ഒരു ഗെയിമിംഗ് ബേസ്ഡ്. ഇതിൽ ഗെയിം കളിക്കാം, ഇതിൽ അത്യാവശ്യം ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് ഞാൻ പറയും ടേക്സ് റിയലി ഗുഡ് പിക്ചേഴ്സ്. കുറച്ചും കൂടെ കോൺട്രാസ്റ്റി ആയിട്ടുള്ള പിക്ചേഴ്സാണ് എടുക്കുന്നത്. ട്രൂ ടു ദ കളറോ അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഇതേപോലത്തേക്ക് ലട്ട് ചാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു സിനിമ ടോൺ വരുന്നുണ്ട്, ഫിലിം ടോൺസ് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു കോട്ടക് മറ്റേ ഈ സാധനമല്ലോ ഫൂജി ഫിലിമിലൊക്കെ എടുക്കുന്ന പോലത്തെ കുറച്ച് നല്ല ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് പിക്ചേഴ്സ് വിത്ത് ദിസ് ഫോൺ. ഓണറിൻ്റെ ഫോണുകൾ ഒബ്വിയസ്ലി അറിയാം എന്തുകൊണ്ടാണ് ഫോട്ടോസ് കിടിലാന്ന്. അപ്പോൾ അത് ഞാനായിട്ട് എടുത്ത് പറയണില്ല. അപ്പോൾ എന്തിനാണെങ്കിലും ദ ഫോൺ ഫീൽസ് വെരി നൈസ്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ റിയലി ഗുഡ് ഫോൺ. Let it be camera, let it be durability, let it be battery life, let it be the display, let it be the features, let it be the spec, performance. എല്ലാ രീതിയിലും ഡാം ഗുഡ് ഫോൾഡബിൾ ഫോൺ എന്നാണ് എനിക്കിതിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്ലിമ്മർ ആൻഡ് സ്ലീക്കർ ആയിട്ടുള്ള ഫോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൈറ്റ് കളർ എടുക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം ദിസ് ഫോൺ ഫീൽസ് സോ ഗുഡ് ഇൻ ഹാൻഡ്. ഞാൻ പറയാം, എനിക്ക് കേസ് ഇടാതെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ആൻഡ് റിയലി ലൈക്ക് ഇറ്റ്. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ്, ഐക്ലൗഡിൽ നമുക്ക് ഐക്ലൗഡ് ഇതിൻ്റെ അടുത്ത് ഇടാം. നമുക്ക് ഐക്ലൗഡ് ഇടാം. നമുക്ക് ആപ്പിളുമായിട്ട് കുറച്ചും കൂടെ ഈക്കോ സിസ്റ്റമായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. ആകെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോൾ എല്ലാ ഫോണിലും ക്വിക്ക് ഷെയർ മറ്റേ എയർ ഡ്രോപ്പ് ഫീച്ചർ വരുന്നുണ്ട്. അത് ഇതിൽ കൊണ്ടുവരാമായിരുന്നു. അത് ചിലപ്പോൾ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അതും കൂടെ വന്നിരുന്നെങ്കിൽ സാധനം സെറ്റായിരുന്നു. USB സ്റ്റാൻഡേർഡ് 3.1 ആണ്, 3.2 അല്ല. നാനോ സിം ആയിക്കോട്ട്, NFC ആയിക്കോട്ട്, IP റേറ്റിംഗ് 68 and 69 എന്ന് പറയണ്ട. ദിസ് ഫോൺ ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൾഡബിൾസ് ഐ ഹാവ് എവർ യൂസ്ഡ്. ഡാം ഗുഡ്, ഒരു രക്ഷയില്ല. നമുക്ക് പേനേരെ സപ്പോർട്ട് എല്ലാം വരുന്നുണ്ട്. ആൻഡ് ദിസ് തിങ് ഇസ് സോ ഗുഡ്. എനിക്കിത് ഓണർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. എനിക്കറിയാൻ തിരിച്ചു കൊടുക്കേണ്ടി വരും, അത് കുഴപ്പമില്ല, ബട്ട് സാരമില്ല. അപ്പോൾ അതാണ് എനിക്ക് ഓണറിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വന്ന് പറയാം. അങ്ങനെ ഓണർ മാജിക് V6 പ്രൈസ് എത്രയാണെന്ന് എൻ്റെ ചോദിക്കുകയാണെങ്കിൽ 6,999 dirhams ആണ് വരുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ഇറങ്ങുന്ന സമയത്ത് മേടിക്കാൻ നിങ്ങൾക്ക് ഓണർ മാജിക് 5 അൾട്ര എന്ന് പറയുന്ന വാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ GCCയിൽ വാറണ്ടിയും കിട്ടും. ഇന്ത്യ കിട്ടുമോ? അതെനിക്കറിയാം കേട്ടോ. ഓണർ VIP കെയർ എന്ന് പറയുന്ന ഓണർ കെയറിൻ്റെ 12 months ഓഫ് സ്ക്രീൻ പ്രൊട്ടക്ഷനും ഓണർ കെയർ 12 months എക്സ്റ്റെൻഡഡ് വാറൻറ്റിയും ഓണർ മാജിക് പെന്നും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം മേടിക്കുകയാണെങ്കിൽ ഇത് കിട്ടും. പിന്നെ അതെ, പ്രൈസ് കൂടുതലാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫോൾഡബിൾ ഫോണാണ്, ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട്
ഇതിനൊരു മാറ്റമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഓണർ മാജിക് V5 എടുത്താലും ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്കിവിടെ ഈ അവസാന നിമിഷം പറയാനുള്ളത്. അപ്പോൾ അതാണ് ഓണർ മാജിക് V6നെ പറ്റി എനിക്ക് പറയാനുള്ളത്. ദിസ് ഫോൺ ഈസ് സോ ഗുഡ്. ദിസ് ഈസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺസ് ഐ ഹാവ് എവർ യൂസ്ഡ്. ആൻഡ് ആകെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വേറൊരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ അത്ര വരൂലെങ്കിൽ പോലും ക്രീസ് കുറവാണ്. സോ yeah, if you are looking for a feature rich foldable phone, this is it. Too good. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. അതായിരിക്കും ദി ബെസ്റ്റ് റിവ്യൂ എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ പ്ലീസ് ഡു ദാറ്റ് ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ ബൈ.